സഹായിക്കാൻ കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? എല്ലാവർക്കും നന്ദി മാത്രം, സന്തോഷം. വീടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എടുത്തുതന്ന വീടല്ല കേട്ടാ, വല്ലോരെയും വീടാ അത്. കണ്ടായിരുന്നാ എൻ്റെ വീട്? കണ്ടില്ല, ആരും കണ്ടില്ല. പിന്നെ ഇതിനിടെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കണ്ണൂർ നയന, ജഗ്ഗു, സന്ധ്യയുടെ വീടിൻ്റെ നമ്മൾ പാല് കാച്ചലെന്നാണ് പറയുക, വീട്ടിൽ കയറുന്നതിന്. അതിന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് ആരോ എടുത്തിട്ട് ദിവ്യയുടെ വീട് കഷ്ടപ്പെട്ടെടുത്ത വീട് എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വീണ്ടും ഒന്നും കൂടി അവരെടുത്തിട്ട് ഇതാണ് ക്രിസ് ഒരുക്കിയ വീട് എന്നിട്ട് അത് ആദ്യം വന്നു. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് വീടൊന്നും ആയില്ല കേട്ടോ, വീടൊന്നും ആയില്ല. എന്താ ഇല്ല, എനിക്ക് ദേഷ്യം വരുന്നത് സത്യം പറഞ്ഞാൽ. എന്തിനാണ് ഈ നുണ പറഞ്ഞ് ആൾക്കാരെ എന്താ, നമുക്കില്ലതുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സാമ്പത്തികം ഇല്ല, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീടുണ്ടെങ്കിൽ തന്നെ പണിയെടുക്കാണ്ടായിരിക്കും ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. പൈസക്ക് പൈസ തന്നെ വേണ്ടേ? ബംഗ്ലാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ബംഗ്ലാവ് ഉള്ളവർ എത്ര കഷ്ടപ്പെടുന്നുണ്ടോ പറയാം, അടുത്തെങ്ങനെയാന്ന് അല്ലേ. നമുക്ക് എന്തുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. വീടുണ്ട്, 2 വീടുണ്ട്, 3 വീടുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് വീടായിട്ടൊന്നുമില്ല. വീടുണ്ട്, ഏട്ടന് വീടുണ്ട്, എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്. പക്ഷെ ക്രിസ് എനിക്ക് സമ്മാനിച്ച വീട് എടുക്കണത്രേ, എടുത്തിട്ടില്ല. അത് പതുക്കെ എടുക്കും. ജീവിക്കാൻ തുടങ്ങിയാലല്ലേ എങ്ങനെ പോകുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏട്ടൻ എൻ്റെ കൂടെ ഇല്ല. ഏട്ടൻ വർക്കിന് പോയി പത്തനംതിട്ട ചെയ്യാൻ പോയി. ഞാനിവിടെ വന്നു. ഇന്നലെ ഏട്ടന് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ക്ലാസ് എടുത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ പോകും. ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിച്ചു. ഇപ്പോൾ കല്യാണത്തിന് മുന്നേ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള. പക്ഷെ അന്ന് കുറച്ചും കൂടി സമയം സംസാരിക്കാൻ കിട്ടിയായിരുന്നു, ഇപ്പം അതും കിട്ടുന്നില്ല. സിനിമ ഇതൊന്ന് കാട്ട്. കിളിക്കാറ്റ്, അത് റിജി സാറ് ഡയറക്ടർ. സാറിൻ്റെ കൂടെ ഒരുപാട് സീരിയലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്ത സീരിയലൊക്കെ എന്നാൽ ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. നല്ല സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനൊരു മൂവിയിലൊരു ഭാഗമാകാൻ പറ്റിയാലും സന്തോഷം. ചെറിയൊരു മൂവിയാണ് എന്നാലും അല്ലേ, അതൊരു വൻ വിജയമാകട്ടെ, അവാർഡുകളൊക്കെ കിട്ടട്ടെ പടത്തിന്. ഓക്കെ, താങ്ക് യു.